ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് വലുതായപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു, അതായത് എനിക്ക് പൈസ ഞാനായിട്ട് സമ്പാദിക്കുമ്പോൾ ഐ വിൽ സ്പെൻഡ് ലൈക്ക് എനിത്തിങ്, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ബട്ട് ഞാൻ സമ്പാദിക്കാൻ തുടങ്ങിയ ടൈം തൊട്ടിട്ടും വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് എനിക്ക് ആ ഒരു സ്ക്രൂജ് മെൻറ്റാലിറ്റി പോയിട്ടില്ല. അതായത് എന്തിന് ഇത്ര പൈസ കൊടുത്തിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കണം, എന്തിന് ഇത്ര വലിയ ഷൂസ് വാങ്ങിക്കണം, ലൈക്ക് വൈ ഡു യു വോണ്ട് ടു ബി സോ എക്സ്പെൻസീവ്, അല്ലെങ്കിൽ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കണമെന്ന്. ആൻഡ് സെൽഫ് ലവ് ഒക്കെ പറഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ട്രെയിനിങ് മൈ സെൽഫ് ആൻഡ് ദെൻ ഐ ബോട്ട് ഐപാഡ്, ഐഫോൺ അങ്ങനെയെല്ലാം വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ബട്ട് സ്റ്റിൽ ഐ ഫെൽറ്റ് ഇത് ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതല്ലേ, ഡു യു റിയലി നീഡ് ഇറ്റ് എന്ന് ചോദിക്കുമ്പം ഐ ഡിഡ് നോട്ട് നീഡ് ഇറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗിൽട്ട് ഉണ്ടായിരുന്നു, എന്തിനാ വെറുതെ പൈസ സ്പെൻഡ് ചെയ്തതെന്ന്. ആൻഡ് എനിക്കറിയില്ലായിരുന്നു ഈ ഗിൽട്ട് എവിടെ നിന്നാണ് വരുന്നത്. അതായത് ഞാൻ ഉണ്ടാക്കിയ സ്വന്തം പൈസനെ കൊണ്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്, ബട്ട് സ്റ്റിൽ ഐ വാസ് ഫീലിംഗ് ദാറ്റ് ഗിൽട്ട്. ആൻഡ് ഒരു സാധനം വാങ്ങിക്കണ്ടെങ്കിൽ ഐ ജസ്റ്റ് തിങ്ക് 1000 ടൈംസ് ഇത് ആവശ്യമുണ്ടോ, വേണോ, ഇതിൻ്റെ ചീപ്പർ വേർഷൻ കിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ഹാവ് മണി, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എന്തിന്, വൈ ബീങ് സോ എക്സ്പെൻസീവ് എന്ന രീതിയിൽ. അപ്പം ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്, ലൈക്ക് ഞാനൊരു ഫിനാൻഷ്യലി റെസ്ട്രിക്ഷൻസ് ഉള്ള ഫാമിലിയിൽ വളരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അവിടെ നിന്ന് കണ്ടീഷൻ ചെയ്തതാണ്. അതായത് ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതി, കാരണം പിൽക്കാലത്ത് നമുക്ക് യു നീഡ് എ റിസർവ്, അപ്പം സൂക്ഷിച്ച് വെക്കണം, പൈസ സേവ് ചെയ്യണം. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ വളർന്നത്. സോ ഐ നോ ഐ എം ഗുഡ് അറ്റ് സേവിങ് മണി ബട്ട് നോട്ട് അറ്റ് സ്പെൻഡിങ് മണി. ആൻഡ് അതിപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടോ എൻ്റെ ഭർത്താവിനോ വേണ്ടിയിട്ട് സാധനം വാങ്ങിക്കുമ്പം ഇറ്റ്സ് ഓക്കെ, ഐ സ്പെൻഡ്. ബട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴത്തേക്ക് ഐ ഓൾവേസ് റെസ്ട്രിക്ട് മൈ സെൽഫ്. ആൻഡ് ഇറ്റ് ഇസ് എഗെയിൻ ബിക്കോസ് ഓഫ് ഇന്നർ ചൈൽഡ് കണ്ടീഷനിങ്. അപ്പം ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തിട്ട് ഐ സ്റ്റാർട്ടഡ് റീപാരൻറ്റിങ് മൈ ഇന്നർ ചൈൽഡ്. അതിനുശേഷം now when I'm buying something, I'm buying with full presence. ആ ഒരു കോൺഷ്യസ് മൈൻഡോട് കൂടി, വിതൗട്ട് എനി ഗിൽറ്റ്, വിതൗട്ട് എനി സെക്കൻഡ് തോട്ട്സ് എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ കണ്ടമാനം എക്സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ വലിയ ആളായി എന്നല്ല പറയുന്നത്. ഐ എം ജസ്റ്റ് സേയിങ് ദാറ്റ് ഗിൽറ്റ് ഇസ് നോട്ട് ദെയർ. ആ ഒരു സാഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധമില്ല. ആൻഡ് ഐ ക്യാൻ ചൂസ് ഓർ സ്പെൻഡ് or invest in wisely, and at the same time ആ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടുന്നുണ്ട്. സോ what I did is just reparenting my inner child. ആൻഡ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദ ലിങ്ക് ഇസ് ഇൻ ബയോ. ആൻഡ് അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് വായിക്കുക.